ശേഖരനെ കാണാനെത്തുന്ന സുമിത്ര. രാവിലെ നോക്കുമ്പോ ആളില്ല. ഫോണും തുണിയും സ്വർണ്ണവും എല്ലാം എടുത്തോണ്ടാ നാശം പിടിച്ചോളൂ പോയത്. സുമിത്ര, ഇത് ഇന്നലെ വീട്ടിൽ വല്ല വഴക്കുണ്ടായോ? ഒന്നുമില്ല. പിന്നെ അനിലെ എന്തിന് ഇങ്ങനെ ഒരു പണി എത്തിച്ചു? പനക്കൽ വീട്ടിലെത്തുന്ന ശേഖരൻ. അവരെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ സുമിത്രേ? കുറെ ദിവസമായിട്ട് അവൻ സ്ഥലത്തില്ലാന്ന്. അപ്പൊ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത പരിപാടിയായിരുന്നു അല്ലേ? നിന്റെ മോള് നമ്മളെ എല്ലാരെയും മണ്ടരാക്കിയല്ലോ സുമിത്രേ. വക്രബുദ്ധിയുമായി രാധിക. എന്റെ 3 സാരി കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്റെ ബ്ലൗസും ഇതുകൂടെ ഒന്ന് തേച്ചു വെച്ചേക്ക്. എന്തായാലും നീ മെനക്കെടുകയല്ലേ. നന്ദനയെ സഹായിക്കാൻ വിദ്യാഭാരതി. ഇങ്ങതാ, ഞാൻ കുറച്ച് അയൺ ചെയ്തു തരാം. വേണ്ട, സഹായിക്കണ്ട. ഇക്കാലം അത്ര ആരും ഉണ്ടായിട്ടില്ല സഹായിക്കാൻ. തുണി തേച്ചു വെക്കാൻ ഇപ്പോഴൊരു ഹെൽപ്പ്. അനിലയുടെ തിരോധാനത്തെക്കുറിച്ച് ഹരിപ്രസാദ് അമ്പിളിയുമായി സംസാരിക്കുന്നു. വിദ്യാഭാരതിയോട് നന്ദനെ പറ്റി പരദൂഷണം പറയുന്ന രാധിക. യഥാർത്ഥ മുഖവുമായി രാധിക നന്ദനയുടെ അരികിൽ. ഇനി തുടർന്ന് കാണുക. എന്താ അത്? ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് ഉണ്ട്. ഇവളുടെ അച്ഛന്റെ പേരിലല്ലേ? ആളില്ല. സുമിത്ര ശിവരാമന്റെ പേരില്ല. ഇതിൽ ഒപ്പിട്. ഒപ്പിട്. എന്താമ്മേ? അടുത്ത കുരിശായിരിക്കും, നീ തന്നെ നോക്ക്. അടുത്ത കേസാണോടാ? പ്രശ്നം എന്താ മനുഷ്യേട്ടാ? എന്താണെങ്കിലും പറ, അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. വക്കീൽ നോട്ടീസാ. പൈസയുടെ കാര്യത്തിൽ ആ ചന്ദ്രൻപിള്ള കൊടുത്ത കേസിന്റെ ബാക്കി. ഈ വീട് അറ്റാച്ച് ചെയ്തുകൊണ്ടാ കേസ് നിലവിലുള്ളത്. അതുകൊണ്ട് എന്താ മനുഷ്യേ? വ്യവഹാരം തീരുന്നതുവരെ നമ്മളിവിടെ താമസിക്കാൻ പാടില്ലെന്ന്. നോട്ടീസ് കൈപ്പറ്റി 15 ദിവസത്തിനകം മാറി താമസിച്ചില്ലെങ്കിൽ മേൽനടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മേ, അങ്ങനെ വലിയൊരു വക്കീൽ നോട്ടീസ് അയച്ചൊന്ന് വെച്ച് വീട് വിട്ടിറങ്ങാൻ പറ്റുമോ? അത് നടക്കുന്ന കാര്യമല്ല. ആരെ ഇതൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്നേ? പിന്നെ നീ ആ പേപ്പർ വലിച്ചേറി ദൂരെ മനുഷ്യേ. മനുഷ്യന്റെ സ്വൈര്യം കെടുത്താൻ ഓരോരോ ഇടപാട്. അതുകൊണ്ട് കാര്യമില്ലമ്മേ, നിസ്സാര കാര്യമല്ല ഇത്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മനുഷ്യേട്ടാ? എന്താ ശേഖരേട്ട ചെയ്യേണ്ടത്? എനിക്കൊരു ഊഹവും കിട്ടുന്നില്ല.
വീട്ടിൽ നിന്ന് ഞാനും പിള്ളേരും ഇറങ്ങി കൊടുക്കണമെന്ന് പറയുന്നത് നേരാണോ? ഹേയ്, അതൊന്നും വേണ്ട. പിന്നെ പറഞ്ഞ സമയത്തിനുള്ളിൽ വീട് ഒഴിയണോന്ന്? അതൊക്കെ ഒരു അലങ്കാര ഭാഷയിട്ട് എഴുതി വിടുന്നതാണെന്നേ. ഈ ആധാര എഴുത്തുകാരുടെ ഭാഷ പോലെ കോടതി വ്യവഹാരങ്ങൾക്ക് ഒരു ശൈലിയുണ്ട്. ചുമ്മാ ഒരു വിരട്ടല്. കേസ് കൊടുത്ത പാർട്ടി പോലീസിനെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടാലോ? അങ്ങനൊന്നും സംഭവിക്കില്ല. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? കുടുംബമായിട്ട് നിങ്ങൾ താമസിക്കുന്ന വീടാ. സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ചില നിയമ നടപടി ഉണ്ടാവും എന്ന് കരുതി ഒരു കുടുംബത്തെ ഇറക്കി വിടാനൊന്നും പോലീസ് അധികാരമില്ല. നമ്മൾ അപ്പീൽ കൊടുക്കും, അത്ര തന്നെ. അത് വീണ്ടും കുഴപ്പമാവോ? എന്തു കുഴപ്പം? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ സുമിത്രേ. വേണ്ടി വന്നാൽ നമ്മൾ ചില കളികൾ കളിക്കും. ഈ കേസ് കൊടുത്ത ചന്ദ്രൻപിള്ളയില്ലേ, അയാൾ അകത്ത് പോകുന്ന വഴിയുണ്ട്. സുമിത്രേ, നീ നിന്റെ മോളും താമസിക്കുന്ന വീടാ. ഇവന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ കേസ് കൊടുത്ത ചന്ദ്രൻപിള്ള മാനസികമായും ശാരീരികമായും നിന്നെ നിന്റെ മോളെയും പീഡിപ്പിക്കുന്നു എന്ന് കാണിച്ച് ഒരു പരാതി അങ്ങോട്ട് കൊടുത്താലേ ചന്ദ്രൻപിള്ള വേർക്കും. അത്ര നാണക്കേണ്ടൊന്നും പോകണ്ട ശേഖരമാമേ. വേണ്ട, പോണ്ട. പിന്നെ എന്ത് ചെയ്യണമെന്നാ മോൻ പറയുന്നത്? അമ്മാവൻ മനസ്സ് വെച്ചാൽ ഞങ്ങളെ രക്ഷിക്കാം. എങ്ങനെ? കുറച്ച് പണം കൊടുത്ത് കേസൊന്ന് തണുപ്പിക്കാം. അപ്പൊ അതാണ് പ്രശ്നം. എന്നെ കൊണ്ട് പൈസ ഇറക്കിപ്പിക്കണം. അതിനാണ് ഇതും കൊണ്ട് ഓടി വന്നത്. ഞാനിതുവരെ പറഞ്ഞതൊക്കെ സുമിത്രയ്ക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ഗതികേടിന് ഞാൻ നിങ്ങളോട് കുറച്ച് തുക വായ്പ വാങ്ങിച്ചു. അതിന്റെ പേരിൽ ഇത്രയും വലിയ മാനസിക പീഡനം. കുറച്ച് കടുപ്പം തന്നെ. സ്വന്തക്കാരുമായിട്ട് പണമിടപാട് പാടില്ലെന്ന് പറയുന്നത് 100% ശരിയാ. മറ്റൊരാളിന്റെ ഏത് മഹാരഹസ്യവും എത്ര നാൾ വേണമെങ്കിലും മനസ്സിൽ സൂക്ഷിക്കാം. പക്ഷെ മറ്റൊരാളിന്റെ 10 രൂപ കയ്യിൽ സൂക്ഷിക്കുന്നതാണ് പ്രയാസം. ഇവൻ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ ശേഖരേട്ട. ആയിക്കോട്ടെ. വീട്ടിൽ നിന്ന് ഞങ്ങളെ വല്ലവരും റോഡിൽ ഇറക്കി വിടുമ്പോഴും അമ്മാവൻ ഇതുപോലെ തന്നെ മുട്ടാത്തർക്കം പറയും. വെറുതെ ഇവിടെ നിന്ന് സമയം കളയാതെ അമ്മ വരുന്നെങ്കിൽ വാ, ഞാൻ പോവാ. എനിക്കറിയായിരുന്നു ഇന്നോ നാളെയോ വരുമെന്ന്. ഇന്നെത്താൻ പറ്റുമെന്ന് ഉറപ്പില്ലഞ്ഞോണ്ട് അമ്മയെ വിളിച്ചു പറയാതിരുന്നേ. ഇത്തവണ പോയിട്ട് വലിയ അലച്ചിലില്ലെന്ന് തോന്നുന്നു. പതുപോലത്തെ ക്ഷീണമൊന്നും കാണുന്നില്ല. ഒരു പ്രാവശ്യമെങ്കിലും അമ്മയുടെ നാവിന്ന് ഇങ്ങനെ കേട്ടല്ലോ. ആശ്വാസം. അല്ല, നന്ദന എവിടെയാ? അകത്തുണ്ട്. നന്ദനെ, നന്ദന, നീ വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഓടി എത്തിയേനെ. ആ, ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ അമ്മേ? നല്ല വിശേഷമൊന്നും പറയാനൊന്നുമില്ല സേതു. നല്ലതല്ലാത്ത വിശേഷങ്ങളുണ്ടെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? നന്ദനയുടെ കാര്യം തന്നെയാ. പ്രതാപവർമ്മ ഇതുവരെ അടങ്ങിയിട്ടില്ല സേതു. ഓരോ കാരണം ഉണ്ടാക്കി ആ കുട്ടിയെ ശകാരിക്കും. പലപ്പോഴും വർത്തമാനം അതിര് കടക്കും. അമ്പിനും വില്ലിനും അടുക്കില്ലാന്ന് പറയാറില്ലേ, അത് തന്നെ അവസ്ഥ. വിദ്യേച്ചിയ ഭർത്താവിന്റെ താളത്തിനൊത്തു നിൽക്കുന്നു. ചിലപ്പോ കഷ്ടവും തോന്നും. എന്നാൽ അതിൻ്റെതായ ഒരു മുഷിച്ചിലാട്ടെ പിണക്കവട്ടെ നന്ദനയുടെ പെരുമാറ്റത്തിലില്ല. ആ നന്മ തിരിച്ചറിയാൻ ഇവർക്കൊന്നും കഴിയാത്തതിലാ കഷ്ടം. അവള് വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. ആ
ഞാനിപ്പോ അമ്മയോട് ചോദിച്ചതേ ഉള്ളൂ എവിടെ അമ്മയുടെ സ്വന്തം ആളെന്ന്. നീയോ ഊരു ചുറ്റി നടക്കുക. എന്റെ അടുത്ത് സ്വന്തമായി ആരെങ്കിലും വേണ്ടേ? ആ എന്ത് പറയുന്നു നന്ദനെ? വിശേഷമായിട്ടൊന്നുമില്ല. അച്ഛന്റെ കുടുംബത്തിൽ നിന്ന് പിന്നെ ആരെങ്കിലും വന്നോ? ഇല്ല. എന്തിനു വരണം? അതിന്റെ ആവശ്യമില്ല. മോള് പറഞ്ഞ ആരെയും കാണണ്ടെന്ന്. ഞാൻ ചായ ഇടാം. വേണ്ട നന്ദനെ, എനിക്കൊന്ന് കുളിക്കണം. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ എന്തോ വിശേഷമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്തായിരുന്നു അത്? പാർട്ടിയിൽ എനിക്കൊരു സ്ഥാനക്കയറ്റം. പുതിയ ജില്ലാ പ്രസിഡന്റായി എന്നെയാ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അനൗൺസ് ചെയ്തിട്ടില്ല. മിക്കവാറും ഇന്ന് വൈകിട്ടോടെ പത്രസമ്മേളനം ഉണ്ടാവും. നല്ല വിശേഷമാണല്ലോ. ഉത്തരവാദിത്തപ്പെട്ട പണിയാ മോളെ. ഒരു കാര്യം ഉറപ്പായി, ഇനി ഒരു സമയത്തും മാഡത്തിനെ ഈ വീട്ടിൽ കാണില്ലെന്ന്. പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി ചെയ്തല്ലേ പറ്റുമമ്മേ. ഞാനൊന്നും പറഞ്ഞില്ലേ. സ്വന്തം കാര്യത്തിലും ഇതുപോലെ ഉത്തരവാദിത്വം ഉണ്ടായാൽ മതിയായിരുന്നു. ആ അമ്മയ്ക്ക് സന്തോഷം തരുന്നൊരു വാർത്ത കൂടിയുണ്ട്. അതെന്താണാവോ? നന്ദനയ്ക്ക് ഞാനൊരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആഹാ. എവിടെയാ സേതു? ടൗണില് ഒരു പ്രൈവറ്റ് ഫേമാ. ഒന്നുകൂടെ വിളിച്ച് കൺഫേം ചെയ്യണം. മിക്കവാറും ശരിയാവും. അടുത്ത ദിവസം തന്നെ ജോലിക്ക് പോകേണ്ടി വരും. ടൗണിലായത് ആശ്വാസമായി. ദൂരെങ്ങാനും ആയിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ അടുത്ത് തന്നെ ഏർപ്പാടാക്കിയത്. ഇവിടുന്ന് ഒരു 15 മിനിറ്റത്തെ യാത്രയുള്ളൂ നന്ദനെ. മോക്ക് സന്തോഷമായോ? സന്തോഷത്തിലുപരി ആശ്വാസം എന്ന് പറയണം. പകൽ സമയത്തെങ്കിലും ഇവിടുത്തെ ശ്വാസം മുട്ടലിൽ നിന്ന് മാറി നിൽക്കാമല്ലോ അല്ലേ? ഞാനിപ്പോ അതൊന്നും അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല കുഞ്ഞമ്മ. പറയുന്നവർ പറയട്ടെ. മുത്തശ്ശിയുണ്ടല്ലോ എനിക്ക്, പിന്നെ കുഞ്ഞമ്മ. മിടുക്കിയായി പോയല്ലോ. അമ്മയുടെ ട്രെയിനിങ് ആണോ? ഞാനായിട്ട് പറഞ്ഞു കൊടുത്തൊന്നുമല്ല, അവളുടെ അഭിപ്രായ. ഉദ്യോഗസ്ഥയാവണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ല എനിക്ക്. കുഞ്ഞമ്മ എന്നാള് പറഞ്ഞ പോലെ സ്വന്തമായൊരു നിലനിൽപ്പ്, അതൊരു ആത്മവിശ്വാസം കൂടിയാ. മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പകർന്നു കിട്ടുന്നൊരു ശക്തി. ഗുഡ്. ഇങ്ങനെ വേണം. എനിക്കിഷ്ടപ്പെട്ടു. വേണ്ട, ഇരുന്നോ. എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? സന്ധ്യയായ പിന്നെ ഈ ഭാഗത്തേക്ക് ആരും വരില്ലല്ലോ. എവിടെ ഒറ്റയ്ക്ക് നിൽക്കാനാ താല്പര്യമല്ലേ? ഏത് ആൾക്കൂട്ടത്തിലും സ്വന്തമായി ഒരു സ്പേസ് കണ്ടെത്താൻ കഴിയുന്ന ചിലരുണ്ട്. അക്കൂട്ടത്തിലാണോ നന്ദന? ഒറ്റപ്പെട്ടതുപോലെയായിരുന്നു കുഞ്ഞമ്മ എന്നും എന്റെ ജീവിതം. കോൺട്രാക്ട് ജോലികളുടെ ഇടയിൽ അച്ഛൻ എപ്പോഴും എന്നോട് സംസാരിക്കാൻ സമയം കിട്ടുമായിരുന്നില്ല. അത്താഴം ഉണ്ണാനിരിക്കുമ്പോഴാ എന്തെങ്കിലും വർത്താനം പറയാം. മിക്കവാറും സുമിത്രമാതിനിടയിൽ ഓരോന്ന് പറയും. മനഃപൂർവ്വമാണെന്ന് അച്ഛൻ അറിയാം. എന്നാലും സ്വയം നിയന്ത്രിക്കും. വീട്ടുവഴക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ. ഇളയ കുട്ടി നന്ദനയുമായിട്ട് കമ്പനിയായിരുന്നില്ലേ? അമ്പിളി എന്നും ഒരു ആശ്വാസമായിരുന്നു. അതിന്റെ പേരില് എന്നും അമ്പിളിക്ക് വഴക്ക് കിട്ടിയിട്ടുമുണ്ട്. ചിലപ്പോൾ അടിയും. സുമിത്രയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉപദ്രവം ഉണ്ടായിരുന്നോ? നിരാശയും ദേഷ്യവും വിഷമവും ഒക്കെ ചേർന്നൊരു സ്വഭാവ. ചിലപ്പോ പാവ. മുടി ചീകി കെട്ടിവെക്കാത്തതെന്താ, ദേഹത്ത് എണ്ണ തേക്കാത്തതെന്താ എന്നൊക്കെ ചോദിക്കും. നന്ദനയ്ക്ക് ആ ചുറ്റുപാടുകളും അവിടുത്തെ ആളുകളെ മറക്കാൻ കഴിയുന്നില്ലല്ലേ? എത്ര വർഷങ്ങൾ കഴിഞ്ഞ വീടാണ്. ചില ദിവസം രാവിലെ ഉണരുമ്പോ തോന്നും ഞാൻ പനക്കലെ വീട്ടിലാന്ന്. പശുവിന്റെ കരച്ചിൽ സ്വപ്നത്തിൽ കേട്ട് ഉണർന്നിട്ടുണ്ട്. കിങ്ങിണി അടുത്ത് വന്ന് നിൽക്കുന്നതായി തോന്നിയിട്ടുണ്ട്. ആരെ കിങ്ങിണി? ആട്ടിൻകുട്ടി. പേര് വിളിക്കുമ്പോ എന്റെ അടുത്ത് ഓടി വരുമായിരുന്നു. സാരമില്ല. ഓരോരോ സാഹചര്യങ്ങളിൽ ഈശ്വരൻ നമ്മളെ കൊണ്ട് നിർത്തുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ പറ്റൂ. ആ മറ്റൊന്നുകൂടിയുണ്ട്. കുഞ്ഞുനാൾ മുതലേ എതിർപ്പുകൾ പരിചയിച്ചതുകൊണ്ട് ഇവിടുത്തെ ചില എതിർപ്പുകളെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ലേ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ വിദ്യേച്ചിയുടെ ആറ്റിറ്റ്യൂഡ്? മാറ്റത്തിന്റെ ലക്ഷണം വല്ലതും കാണുന്നുണ്ടോ? നിങ്ങൾ തമ്മിൽ മിണ്ടാറുണ്ടോ? ഇല്ല.
ഞാനായിട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാറില്ല. ഞാൻ വന്നപ്പോഴേ ഭാസ്കരട്ടെ സൂചിപ്പിച്ചു, ഭർത്താവിനെ ഭയന്നിട്ടാ വിദ്യേച്ചി അടുക്കാത്തത്. സുമിത്രയുടെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ മറ്റൊരു പതിപ്പാ പ്രതാപേട്ടൻ. വിദ്യേച്ചിയുടെ നിസ്സഹായത ഓർക്കുമ്പോൾ ചില നേരത്തെ എനിക്ക് സഹതാപ തോന്നുക. ആ, ഇങ്ങോട്ട് എങ്ങനെയോ ആയിക്കോട്ടെ, മോള് വിദ്യേച്ചിയുടെ വിരോധം കാണിക്കണ്ട. എത്രയായാലും നിന്റെ അമ്മയല്ലേ. അമ്മ ഇതുപോലെ ആരെങ്കിലും സൂചിപ്പിക്കുമ്പോഴാ അങ്ങനെ ഒരു ബന്ധത്തെപ്പറ്റി ഞാൻ ഓർക്കുന്നത് തന്നെ. എന്നെ സ്നേഹിക്കാത്തതിലല്ല, അച്ഛനെ ഉപേക്ഷിച്ചതിലാ പിണക്കം. ഏതോ ഒരു സ്ത്രീ അങ്ങനെ കരുതാനേ തോന്നുള്ളൂ. മോളെ, കുഞ്ഞമ്മയോടായതുകൊണ്ട് മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതാ. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരിക്കലെല്ലാം ശരിയാവും. നീ അനുഭവിച്ച വേദന, ഒറ്റപ്പെടൽ, അവഗണന എല്ലാം ദൈവം കാണുന്നതല്ലേ. മറുവശം ഉണ്ടാവാതെ പറ്റില്ല. ആ, ജോലിക്ക് പോകുന്ന കാര്യം പറഞ്ഞില്ലേ ഞാൻ? അതിപ്പോ മറ്റാരും അറിയണ്ട, പ്രതിഭയോടും പറയണ്ട. പോയി തുടങ്ങിയിട്ട് അറിഞ്ഞാ മതി. കേട്ടല്ലോ? ഒന്നും ഉണ്ടായിട്ടല്ല, അത് മതി. ആ, മതി ഇവിടെ ഇരുന്നത്. നേരെ ഒരുപാടായി. വാ വാ. ഇങ്ങോട്ട് വാ വശു. വരാൻ. ആ, എന്താ സർ? തന്റെ അമ്മയില്ലേ ഇവിടെ? വരൂ സർ. വരൂ സർ, ഇവിടെ ഇരിക്കാം. ഇരിക്കൂ സർ. നിങ്ങളുടെ മോളെ കാണാനില്ലെന്ന് പറഞ്ഞൊരു പരാതി തന്നിരുന്നല്ലോ, അതിന്റെ കാര്യം തിരക്കാൻ വന്നതാ. പരാതി കൊടുത്തിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞല്ലോ സാറേ. ഓടി വന്ന് അന്വേഷിക്കാൻ കൊലപാതക കേസാണോ, അതോ ഇത് ഏതെങ്കിലും VIP യുടെ വീടാണോ? നിങ്ങളുടെ മോള് വല്ലവന്റെ കൂടെ ഓടിപ്പോയ കേസല്ലേ? അതിലും വലിയ വിഷയങ്ങൾ പെൻഡിങ് കിടക്കുക. ചായ ഇടണോ അമ്മേ? നിന്റെ വല്യന്മാരാണോ വന്നിരിക്കുന്നത്? അനിലെ പറ്റി എന്തെങ്കിലും വിവരം അറിഞ്ഞോ സാറേ? അതിന് നിങ്ങൾ തന്ന പരാതി വല്ല ഡീറ്റെയിൽസും ഉണ്ടോ? രാജേഷ് എന്നൊരു പേര് മാത്രമുണ്ട്, സ്ഥലം ആലപ്പുഴ. അവന്റെ കൂടെ തന്നെ പെണ്ണ് പോയെന്ന് വല്ല ഉറപ്പുണ്ടോ, അതോ മറ്റാരെങ്കിലും സംശയമുണ്ടോ? ആ കൊച്ചിന് വേറെ കേസ് കിട്ടു വല്ലതും ഉണ്ടായിരുന്നോന്ന്? സംശയിക്കുന്നത് രാജേഷിനെ ആയതുകൊണ്ട് അവന്റെ സകല വിവരങ്ങളും കിട്ടണം, അഡ്രസ് ഉൾപ്പെടെ എല്ലാം. അവന്റെ കോൺട്രാക്ടർ അന്വേഷിച്ച് പോയിരുന്നു ഞാൻ. അയാൾ മാർബിളും ടൈൽസും കൊടുക്കാൻ രാജസ്ഥാനിൽ പോയിരിക്കുക. വന്നാലുടൻ അവന്റെ വിവരങ്ങൾ അറിഞ്ഞ് സ്റ്റേഷനിൽ അറിയിക്കാം. അറിയട്ടെ, അറിഞ്ഞിട്ട് ബാക്കി നോക്കാം. നമുക്കിറങ്ങാം, വാ. അതെ, വിവരം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഞങ്ങളുടെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യമാണ്. പോലീസുകാരോട് സഹകരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളുടെ മുട കാണാൻ വന്നതല്ലേ ഞങ്ങള്, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ. മുടിയാനുണ്ടായ സന്തതി കാരണം കണ്ട പോലീസുകാരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വന്നു. ഇങ്ങനത്തെ മക്കളുണ്ടായിച്ചാലും മതി. ഇനി എന്തിനു നിൽക്ക? വായി നോക്കി നിൽക്കാതെ കയറി പൊടി. സർട്ടിഫിക്കറ്റ്സ് ഒന്നും മറക്കല്ലേ.
ഉവ്വ് കുഞ്ഞമ്മേ. ജോലിയുടെ കാര്യത്തിന് നമ്മൾ പോകുന്നതെന്ന് ഇവിടെ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല. പോയിട്ട് വരട്ടെ, എന്നിട്ട് പറയാം. എല്ലാരും മുൻകൂട്ടി അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ, കുറച്ചുകൂടി ഒരുക്കമൊക്കെ ആവാം കേട്ടോ. പുതിയൊരു സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് പോവല്ലേ? ഇത്രയൊക്കെ മതി കുഞ്ഞമ്മേ. എനിക്കിതാ ഇഷ്ടം. കൂടുതൽ മേക്കപ്പ് ഇടുന്നവര് ആത്മവിശ്വാസം ഇല്ലാത്തവരാ. സമ്മതിച്ചു. മോളുടെ പോളിസി എനിക്കിഷ്ടപ്പെട്ടു. ഇറങ്ങാറായ സേതു. ദാ വരുന്നമ്മേ, വാ. രാഹുകാലത്തിന് മുമ്പ് ഓഫീസിൽ ചെല്ലണ്ടേ? ഞങ്ങൾ റെഡിയായമ്മേ, നമുക്ക് പോവാം. പ്രത്യേകിച്ച് ആരോട് യാത്ര പറയാനൊന്നുമില്ലല്ലോ. പോയിട്ട് വരട്ടെ മുത്തശ്ശി. അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ. അത് വിശേഷിച്ചു പറയണോ? മുത്തശ്ശിയുടെ അനുഗ്രഹം എപ്പോഴും എന്റെ കുട്ടിക്കുണ്ടായിരിക്കും. നല്ലതേ വരൂ എന്റെ കുട്ടിക്ക്. ഇറങ്ങാം, വാ.